ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. നിങ്ങൾ ശ്വസിക്കുന്നുവെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ആരാണ് ശ്വസിക്കുന്നത്? നിങ്ങളത് തുടങ്ങിയതല്ല. നിങ്ങൾ ഉറങ്ങിയാലും ശ്വാസം നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അബോധാവസ്ഥയിലായാലും ശ്വാസം തുടരും. നിങ്ങൾ മരിക്കുമ്പോൾ മാത്രമാണ് അത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ശ്വസിക്കുന്നത് ആരാണ്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലമുകളിൽ വെച്ച് പാർവതീദേവി ശിവഭഗവാനോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. ശിവൻ നൽകിയ ഉത്തരമായിരുന്നു വിജ്ഞാന ഭൈരവ തന്ത്രം. ആ ഗ്രന്ഥത്തിൽ പരമമായ ബോധത്തിലേക്ക് എത്താൻ 112 വഴികളുണ്ട്. അവയിൽ ആദ്യത്തേതും ലളിതവും ഏറ്റവും ശക്തവുമായ വിദ്യയാണ് ശ്വാസവിദ്യ, ബ്രത്ത് മെത്തഡ്. ഇന്ന് നമ്മൾ അത് പഠിക്കാൻ പോകുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യ തവണ തന്നെ നിങ്ങളുടെ ബോധം മാറ്റാൻ കഴിയുന്ന ആ വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സിദ്ധാന്തമല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് ശിവൻ തന്നെ ഉപദേശിച്ച വിദ്യയാണ്. മതത്തെ വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായി കാണുന്നവർക്കുള്ളതല്ല ഈ ചാനൽ. സനാതനധർമ്മത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ ചാനൽ. നമ്മുടെ ഋഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അറിവ് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തെക്കാൾ എത്രയോ മുന്നിലായിരുന്നു. വിജ്ഞാന ഭൈരവ തന്ത്രം, ഉപനിഷത്തുകൾ, യോഗസൂത്രങ്ങൾ എന്നിവ വെറും മതഗ്രന്ഥങ്ങളല്ല. അവ ബോധത്തിന്റെ കോൺഷ്യസ്നസ് ശാസ്ത്രമാണ്. അവ ആത്മാവിന്റെ എഞ്ചിനീയറിംഗ് മാനുവലാണ്. ഈ പരമ്പരയിൽ നമ്മൾ വിജ്ഞാന ഭൈരവ തന്ത്രത്തിലെ ഏറ്റവും ശക്തമായ 10 ധ്യാനരീതികളെക്കുറിച്ച് പ്രായോഗികമായി പഠിക്കും. നിങ്ങളുടെ ബോധത്തെ ഉണർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് ഇത്തരത്തിൽ നിങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കില്ല. ആദ്യം വിജ്ഞാന ഭൈരവ തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാം. കാശ്മീർ ശൈവദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണിത്. ഏകദേശം 5000 വർഷം പഴക്കമുള്ളത്. ഇതൊരു സംവാദത്തിലൂടെയാണ് തുടങ്ങുന്നത്. ഭൈരവി, അതായത് പാർവതീദേവി, ഭൈരവനോട്, അതായത് ശിവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പരമസത്യം എന്താണ്? ഭൈരവൻ ആരാണ്? ഈ പ്രപഞ്ചം എവിടെ നിന്നു വന്നു? ശിവഭഗവാന് രഹസ്യം എങ്ങനെ അറിയാം എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഓരോ ആത്മാവും ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. ശിവൻ 112 വിദ്യകളിലൂടെ ഇതിനുത്തരം നൽകുന്നു. ഒരേ ലക്ഷ്യത്തിലേക്കുള്ള അല്ലേൽ പരമബോധത്തിലേക്കെത്താനുള്ള 112 വ്യത്യസ്ത രീതികൾ. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. ഈ 112 വിദ്യകളിൽ പൂജയോ മന്ത്രമോ കർമ്മകാണ്ഡങ്ങളോ ദേവതകളോ ക്ഷേത്രങ്ങളോ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ പക്കൽ തന്നെയുണ്ടെന്ന് ശിവൻ പറയുന്നു. നിങ്ങളുടെ ശ്വാസം, ഇന്ദ്രിയങ്ങൾ, ബോധം എന്നിവയെ ശരിയായ രീതിയിൽ കാണാൻ പഠിക്കുക. ഇതാണ് വിജ്ഞാന ഭൈരവ തന്ത്രത്തിന്റെ അടിസ്ഥാന സന്ദേശം. പേരിന്റെ അർത്ഥം നോക്കാം. വിജ്ഞാനം എന്നാൽ പുറമെയുള്ള ശാസ്ത്രമല്ല, മറിച്ച് അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന അറിവാണ്. ഭൈരവൻ എന്നാൽ ഭയത്തെ മറികടന്നവൻ, മരണത്തെപ്പോലും കണ്ട് പുഞ്ചിരിച്ചവൻ. തന്ത്രം എന്നാൽ വിപുലീകരണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം. ചുരുക്കത്തിൽ, ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് നിങ്ങളെ പരമബോധത്തിലേക്ക് നയിക്കുന്ന സിസ്റ്റമാണ് വിജ്ഞാന ഭൈരവ തന്ത്രം. ഇന്നത്തെ വിദ്യയിലേക്ക് വരാം. 112 വിദ്യകളിൽ ആദ്യത്തേതും മൗലികവുമായത് ശ്വാസവിദ്യയാണ്. ശിവൻ ഈ വിദ്യയെ ഒരു ശ്ലോകത്തിലൂടെ വിവരിക്കുന്നു. അതിന്റെ അർത്ഥം, ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ആ 2 ഘട്ടങ്ങൾക്കിടയിൽ ഒരു നിമിഷമുണ്ട്. അവിടെ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയിൽ വിശ്രമിക്കുക. അവിടെ ഭൈരവൻ അഥവാ പരമബോധം വെളിപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ഏറ്റവും ആഴമേറിയ കാര്യമാണിത്. നമ്മളെല്ലാവരും ദിവസം ഏകദേശം 21,600 തവണ ശ്വസിക്കുന്നു, ജനനം മുതൽ മരണം വരെ. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ശ്രദ്ധിക്കാറില്ല. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധയോടെ ചെയ്താൽ മറ്റു സാധനങ്ങളുടെ ആവശ്യമില്ലെന്ന് ശിവൻ പറയുന്നു. കാരണം ശ്വാസമെന്നത് ഒരേ സമയം താനേ നടക്കുന്നതും ബോധപൂർവം നിയന്ത്രിക്കാവുന്നതുമാണ്. ഇത് ശരീരത്തിനും ആത്മാവിനും ഇടയിലുള്ള പാലമാണ്. അബോധമനസ്സിനും ബോധപൂർവമായ ശ്രദ്ധയ്ക്കും ഇടയിലുള്ള കണ്ണി. നിങ്ങൾ ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ ശ്വാസമോ ചിന്തകളോ ഞാൻ എന്ന ഭാവമോ ഇല്ലാത്ത ആ വിടവ് കാണാൻ തുടങ്ങും. ആ ശൂന്യതയാണ് ഭൈരവൻ. ആ ശൂന്യതയാണ് പരമബോധം. ഇതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. ശ്വാസത്തിന് 3 അവസ്ഥകളുണ്ട്. 1. പൂരകം, ഇൻഹാലേഷൻ. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ
ഊർജം ഉയരുന്നു, ബോധം ഉണരുന്നു. 2. രേചകം എക്സലേഷൻ. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശരീരം ശാന്തമാകുന്നു, സ്വയം സമർപ്പിക്കപ്പെടുന്നു. 3. കുംഭകം ദ ഗ്യാപ്പ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് വന്ന് ഒരു നിമിഷം നിൽക്കുന്നു, പുറത്തേക്ക് പോയി ഒരു നിമിഷം നിൽക്കുന്നു. ആ നിശ്ചലമായ നിമിഷം, ആ വിടവ്, അവിടെ ശ്വാസമില്ല, ചിന്തയില്ല, ഞാൻ എന്ന ഭാവമില്ല, കേവലമായ അസ്തിത്വം മാത്രം. അതാണ് ഭൈരവൻ. ആധുനിക ന്യൂറോ സയൻസും ഇപ്പോൾ ഇത് ശരിവയ്ക്കുന്നു. നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ സ്വയം അവബോധം കൂടുന്നു. അനാവശ്യ ചിന്തകൾ കുറയുകയും മനസ്സിന് ആഴത്തിലുള്ള ശാന്തി ലഭിക്കുകയും ചെയ്യുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ശിവൻ പറഞ്ഞത് ഇന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. 2 ശ്വാസങ്ങൾക്കിടയിലുള്ള നിമിഷത്തിൽ നിങ്ങൾ ശരീരമോ മനസ്സോ അല്ല, മറിച്ച് ശുദ്ധബോധമാണ് എന്ന് ഓഷോയും പറഞ്ഞിട്ടുണ്ട്. ഈ വിദ്യ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഘട്ടം ഘട്ടമായി പറഞ്ഞുതരാം. സൂര്യോദയ സമയത്തോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. 10 മുതൽ 20 മിനിറ്റ് വരെ ഇരിക്കാൻ സാധിക്കുന്ന ശാന്തമായ ഒരു സ്ഥലം തെരഞ്ഞെടുക്കുക. നട്ടെല്ല് നേരെയാക്കി സുഖമായിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. മനസ്സിൽ പറയുക, ഞാൻ വെറുമൊരു സാക്ഷിയാണ്, ഞാൻ ഒന്നും ചെയ്യില്ല, കാണുക മാത്രം ചെയ്യുന്നു. 1-ാം ഘട്ടം, ശ്വാസത്തെ 5 മിനിറ്റ് നിരീക്ഷിക്കുക. ശ്വാസത്തെ നിയന്ത്രിക്കരുത്. വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ വേണ്ട. മൂക്കിൻ തുമ്പിൽ ശ്വാസം തട്ടുന്നത് ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് വരുമ്പോൾ തണുത്ത കാറ്റും പുറത്തേക്ക് പോകുമ്പോൾ ചൂടുള്ള കാറ്റുമുള്ളത് അനുഭവിക്കുക. 2-ാം ഘട്ടം, വിടവ് അഥവാ ഗ്യാപ്പ് കണ്ടെത്തുക. 7 മിനിറ്റ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് വന്നു നിൽക്കുന്ന ആ നിമിഷം ശ്രദ്ധിക്കുക. അതിൽ 1 നിമിഷം ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് പോയി നിൽക്കുന്ന ആ നിമിഷം ശ്രദ്ധിക്കുക. അതിൽ 1 നിമിഷം ശ്രദ്ധിക്കുക. ആദ്യം ഈ വിടവ് വളരെ ചെറുതായിരിക്കും. അവിടെ ചിന്തകളില്ലാത്ത ഒരു ശാന്തി നിങ്ങൾ അനുഭവിക്കും. ബലം പ്രയോഗിക്കരുത്, നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. 3-ാം ഘട്ടം, ശൂന്യതയിലേക്ക് ഇറങ്ങുക. 5 മിനിറ്റ് ചെയ്യുക. ചിന്തകൾ വരുമ്പോൾ അവയോട് യുദ്ധം ചെയ്യരുത്. അവയെ വെറുതെ കണ്ട് വീണ്ടും ശ്വാസത്തിലേക്ക് മടങ്ങുക. ഓരോ തവണ മടങ്ങി വരുമ്പോഴും നിങ്ങൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകും. ശ്വാസവും ശൂന്യതയും ഒന്നായി മാറുന്ന ഒരിടത്ത് നിങ്ങളെത്തും. അവിടെ ചിന്തകളോ ആശങ്കകളോ ഭൂതകാലമോ ഭാവികാലമോ ഇല്ല. ഒരു ശാന്തമായ സാന്നിധ്യം മാത്രം. ശിവൻ ഇതിനെയാണ് ഭൈരവൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ചു ദിവസം അസ്വസ്ഥത തോന്നാം, മനസ്സ് പാറിപ്പോകും, അത് സ്വാഭാവികമാണ്. 5 മുതൽ 7 ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക ശാന്തി അനുഭവപ്പെടും. 15 മുതൽ 21 ദിവസങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ പുതിയൊരു വ്യക്തത വരും. അമിതമായ പ്രതികരണങ്ങൾ കുറയും. ചിലർക്ക് ആദ്യ തവണ തന്നെ ആ വിടവ് അനുഭവപ്പെടാം. ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്വാസത്തെ നിയന്ത്രിക്കരുത്. ഇതൊരു പ്രാണായാമമല്ല. ഫലത്തിനു വേണ്ടി ധൃതി കാണിക്കരുത്. പ്രതീക്ഷകൾ ഉപേക്ഷിക്കുമ്പോഴാണ് അനുഭവമുണ്ടാകുന്നത്. ദിവസവും 10 മിനിറ്റ് വീതം മുടങ്ങാതെ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ സാധന. ചിന്തകളോട് യുദ്ധം ചെയ്യരുത്. അവയെ കണ്ട് വീണ്ടും ശ്വാസത്തിലേക്ക് മടങ്ങുക. വിജ്ഞാന ഭൈരവ തന്ത്രത്തെക്കുറിച്ചും ശ്വാസവിദ്യയെക്കുറിച്ചും നമ്മൾ ഇന്ന് പഠിച്ചു. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 10 മിനിറ്റ് ആ വിടവ് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അനുഭവം താഴെ കമന്റായി രേഖപ്പെടുത്തുക. 2-ാം ഭാഗത്തിൽ നമ്മൾ നാദവിദ്യയെക്കുറിച്ച് ശബ്ദത്തിലൂടെയുള്ള സമാധി പഠിക്കും. പരമബോധത്തെ ഉണർത്തുന്ന ആ സവിശേഷ നാദം ഏതാണെന്ന് ശിവൻ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത